Namaste. Those who are new here, I'm Dr. Susan Corus, life psychologist and transformation coach. ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് സെൽഫ് റൈച്ചിയസ് വിക്ടിംസ് എന്നുള്ളതാണ്. ഇതിനു മുമ്പ് നമ്മൾ സെൽഫ് റൈച്ചിയസ് നാർസിസം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് സെൽഫ് റൈച്ചിയസ് വിക്ടിം ആണ്. അത് ഹൂ ആർ ദേ, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, അത് നാർസിസിസ്റ്റിക് ആയിട്ടുള്ള വിക്ടിമായിട്ടുള്ള സെൽഫ് റൈച്ചിയസ് ആൾക്കാർ തമ്മിലുള്ള വ്യത്യാസം, അതുപോലെ തന്നെ ഹൗ ഇറ്റ് അഫക്ട്സ് ദ വിക്ടിം, ഹൗ ടു ഓവർകം, ഇതാണ് നമ്മൾ നോക്കുന്നത്. സോ ലെറ്റ്സ് ഡൈവ് ഇൻ. അപ്പൊ നമുക്ക് സെൽഫ് റൈച്ചിയസ് എന്താന്നുള്ളത് അറിയാമായിരിക്കും, നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അവരെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മളുടെ ജീവിതത്തിലുണ്ടായ പ്രോബ്ലത്തിനും ഇഷ്യൂസിനും നമ്മളാണ് കാരണക്കാരെന്ന് പറയില്ല. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വയലേറ്റ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറയും ഞാൻ പെർഫെക്റ്റ് ഒന്നും അല്ല, പക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, അതിനെ നമ്മൾ ന്യായീകരിച്ച് നമ്മളാണ് പ്രത്യേകിച്ച് കാര്യങ്ങൾ ശരിയായിട്ട് ചെയ്യുന്നത്, മറ്റവരിൽ നിന്നുണ്ടാകുന്നതാണ് പ്രശ്നങ്ങൾ എന്ന് പറയുന്ന ആ ബിലീഫിൽ ജീവിക്കുന്ന, നമ്മൾ പറയും ഞാൻ ശരിയാണ്, ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ അതൊക്കെ ഞാൻ റൈറ്റ് രീതിയിലാണ് ചെയ്യുന്നത്, അതാണ് റൈറ്റ്, മറ്റവർ പറയുന്നത് പോലല്ല, ഞാൻ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പൊ അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതെല്ലാം ശരികളും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതാണ് റൈറ്റ് ആയിട്ടുള്ള രീതി, മറ്റേ ആള് ചെയ്യുന്നതോ നിങ്ങളുടെ ജഡ്ജ്മെന്റ് ഒന്നും ശരിയല്ല. അപ്പൊ അവർ തന്നെ ഒരു സെൽഫ് ജഡ്ജ്മെന്റ് നടത്തും. വി ആർ റൈറ്റ്, വി ആർ ദ റൈറ്റ് പീപ്പിൾ ആൻഡ് അതേഴ്സ് ആർ നോട്ട് എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. അതിന്റെ ഡീറ്റെയിലേക്ക് നമുക്ക് പോകാൻ അവർ മെയിൻ ആയിട്ട് നോക്കുന്നത് അവരുടെ അപ്പിയറൻസ് ഓഫ് ബീയിങ് ദ റൈച്ചിയസ് പേഴ്സൺ ദാൻ ദി ആക്ഷൻസ് ടു ഡു ദ റൈറ്റ് തിങ് എന്നുള്ളതിലേക്കാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇവിടെ അവര് മോസ്റ്റ്ലി അവരുടെ ആ ഒരു ഞാൻ റൈച്ചിയസ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഇരിക്കുന്നവരാണ് അവർ സാധാരണ. അപ്പം ഈ ആക്ഷൻ ചെയ്യില്ല എന്ന് പറയുമ്പോഴത്തേനും അവര് ഞാൻ ഐ നീഡ് ടു ബി ലുക്ക്ഡ് ഗുഡ് ഇൻ ഫ്രണ്ട് ഓഫ് പീപ്പിൾ, ഓക്കെ, ഐ മസ്റ്റ് ബി ബീയിങ് ഗുഡ്, ഞാൻ നല്ലതായിരിക്കണം. അപ്പോൾ എങ്ങനെയായിരിക്കും ഞാൻ എടുക്കുന്ന ഡിസിഷൻസ്, ഞാൻ എടുക്കുന്ന ചോയ്സസ്, അത് മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ നന്നായി കാണിക്കുന്നേ, ഞാൻ അങ്ങനെ ഒരു നല്ല വ്യക്തിയാണെന്ന് കാണിക്കുന്നേ എന്നുള്ള, ഞാനൊരു നല്ലൊരു പ്രിൻസിപ്പിൾഡ് ഇമേജ് കാണിക്കുന്നതെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളായിരിക്കാം ഈ സെൽഫ് റൈച്ചിയസ് ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ അവിടെ നമ്മളൊരു നാർസിസിസ്റ്റിക് സെൽഫ് റൈച്ചിയസും വിക്ടിം സെൽഫ് റൈച്ചിയസും വരുമ്പോൾ ഇത് രണ്ടും രണ്ട് രീതിയിലാണ് വരുന്നത്. നാർസിസം എന്ന് പറഞ്ഞാൽ വളരെ ഗ്രാൻഡ്യൂസും മറ്റുള്ളവരെ കുറ്റം പറയുന്നതും, അത് ഞാൻ ഇവിടെ എല്ലാം ശരിയായിട്ട് ചെയ്യുന്ന ഒരാളാണ്, ബാക്കിയുള്ളവരെല്ലാം തെറ്റുകാരാണ് എന്ന് പറയുന്ന രീതിയിലാണ് അത് വരുന്നത്. പക്ഷെ ഈ വിക്ടിം സെൽഫ് റൈച്ചിയസ് എന്ന് പറയുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു സാധനമാണ്. പലർക്കും അത് കറക്റ്റായിട്ട് മനസ്സിലാവില്ല. അതായത് ഇവര് ഈ സെൽഫ് റൈച്ചിയസ് ആയിട്ടുള്ള നാർസിസിസ്റ്റിക് സെൽഫ് റൈച്ചിയസ് വന്നാലും ശരി, വിക്ടിം സെൽഫ് റൈച്ചിയസ് വന്നാലും ശരി, ഇവരെല്ലാവരും സെൽഫിനും അതേഴ്സിനും എപ്പോഴും ഹാംഫുൾ ആണ്. അവര് ഡേഞ്ചർ, അവർ അങ്ങനെയുള്ള ആക്ഷൻസും അങ്ങനെയുള്ള ബിലീഫ്സും അങ്ങനെയുള്ള ചോയ്സസും ഒക്കെ ആയിരിക്കും അവർ ചെയ്യുക. അപ്പൊ അവരെങ്ങനെയാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒരു ആള് മോശമായിട്ട് കാണാനായിട്ട് പറ്റത്തില്ല. അതുപോലെ അവർ കുറച്ച് റിലീജിയസ്, അതുപോലെ കൾച്ചറൽ, ഇങ്ങനെയുള്ള നോമിലും ഇങ്ങനത്തെയുള്ള ബിലീവ്സിലും അവർ പറയും ഞാൻ ശരിയാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലേക്ക് പറയും. അപ്പൊ ഇവരെ നമ്മൾ സാധാരണ നമ്മളിങ്ങനെ നമ്മുടെ റിയൽ ലൈഫിലേക്ക് നോക്കുമ്പോൾ അവർ ഭയങ്കരമായിട്ട് റിജിഡ്, ഇങ്ങനെ നമ്മുടെ മോറൽ വാല്യൂസ് എത്തിക്സിലൊക്കെ ഭയങ്കര ദേ മെയിൻറ്റെയിൻ എ വെരി റിജിഡ് ബിലീവ്സ്, അല്ലെങ്കിൽ റിജിഡ് ആയിട്ടായിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. അവർക്ക് കാണാം ഒരു സുപ്പീരിയർ സെൽഫ് ഇമേജിനെ അവർ കീപ്പ് ചെയ്യും എല്ലായിടത്തും. അപ്പം അവർ പറയും എന്നെ ആർക്കും എന്നെ അങ്ങോട്ട് മനസ്സിലാകുന്നില്ല, നിങ്ങൾക്കൊന്നും എന്നെ മനസ്സിലാവില്ല, ഞാൻ എന്താ ചെയ്യണേന്ന്, ഞാൻ അത്രയും നല്ല രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് എന്നെ മനസ്സിലാകണമെന്നില്ല, പക്ഷെ എൻ്റെ രീതികളാണ് ശരി. ഇതെല്ലാം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഡീപ്പ് സീറ്റഡ് ആയിട്ടുള്ള ഇൻസെക്യൂരിറ്റി ഉണ്ടായിരിക്കും. ആ ഇൻസെക്യൂരിറ്റിയിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങളാണ് വരുന്നത്. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നമ്മളങ്ങ് അക്കൗണ്ടബിലിറ്റി അങ്ങ് അവോയ്ഡ് ചെയ്യും. എന്നിട്ട് നമുക്കൊരു വലിഡേഷൻ, ഒരു ജസ്റ്റിഫിക്കേഷൻ, നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു വളരെ ജഡ്ജ്മെന്റൽ ആയിട്ടൊക്കെയുള്ള ബിഹേവിയേഴ്സ് നമ്മൾ കൊണ്ടുവരാനായിട്ട് നോക്കും. ഇവിടെ വരുന്ന ഒരു കാര്യം നമ്മൾ നോക്കുന്ന, ഇവർക്ക് എപ്പോഴും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് ആയിരിക്കും. ഞാൻ ഇങ്ങനെയല്ലേ ചെയ്യുന്നത്, ഇങ്ങനെയല്ലല്ലോ, സീ ലുക്ക് അറ്റ് ദിസ് ഇസ് ദ വേ ഐ ആം ഡൂയിങ് ആൻഡ് ദാറ്റ് ഈസ് ദ റൈറ്റ് വേ എന്നുള്ളത്. എന്നിട്ട് പിന്നെ അതിന് ഒപ്പോസിങ് ആയിട്ടുള്ള വ്യൂസ് എല്ലാം
ഇവരങ്ങ് മാച്ച് കളയും. അതുപോലെ തന്നെ ഇവർക്കൊരു വിക്ടിം ഹീറോ നറേറ്റീവും ഉണ്ടായിരിക്കും. അതായത് ഒരു വിക്ടിം ആയിരിക്കുമ്പോൾ തന്നെ ഒരു ഹീറോയിസത്തില് ഞാൻ ഇവിടെ കണ്ടില്ലേ, ഞാനൊരു വിക്ടിമിന്റെ, ഞാൻ ഇതെല്ലാം സഹിക്കുന്നത് എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ ഫാമിലിയുടെ കെട്ടുറപ്പിന് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, ഇതെല്ലാം ഞാൻ കറക്റ്റായിട്ട് ചെയ്യുകയാണ് എന്നുള്ള ഒരു ഫീല് വരും. അപ്പോൾ ഇവരുടെ കാര്യത്തിൽ നമ്മൾ വിക്ടിമായി കഴിയുമ്പോൾ ഇത് സാധാരണ തെറപ്പി പോലും ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലുക്ക്, ഞാൻ എത്ര നന്നായിട്ടാണ് ചെയ്യുന്നത്, ഞാൻ അവർക്ക് അവരുടെ മേലെ കുറ്റം ചാർത്തുന്നില്ല, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നു, എത്ര അബ്യൂസ് ചെയ്താലും അതിനെല്ലാം അതിന് പകരമായിട്ട് ഞാൻ നല്ല രീതിയിലാണ് ചെയ്യുന്നത്, ഞാൻ അടങ്ങി ഒതുങ്ങി അവരുടെ രീതിക്കനുസരിച്ച് നിൽക്കുന്ന, റിലീജിയസ്ലി കൾച്ചറലി എല്ലാം ഏറ്റവും നല്ലൊരു വ്യക്തിയാണ്. അതിൻ്റെ കൂടെ ഒരു അഡീഷണൽ ആയിട്ട് ചിലപ്പോൾ ഒരു കാര്യം കൂടെ ചോദിക്കും, എൻ്റെ കൂടെയുള്ളയാൾ നല്ലതായിരുന്നെങ്കിൽ, എന്താണ്, എൻ്റെ കൂടെയുള്ളയാൾ നല്ലതായിരുന്നെങ്കിൽ ഈ ലൈഫ് വേറൊരു ലെവലിലാവില്ലേ, അപ്പൊ ഞാൻ ചെയ്യുന്നത് കറക്റ്റ് അല്ലേ, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, ഇവർ ഇത്ര അബ്യൂസീവായിട്ടും അതിനെ സഹിച്ച് പൊറുത്ത് ടോളറേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന, നമ്മുടെ കൾച്ചർ പഠിപ്പിക്കുന്ന, നമ്മുടെ സൊസൈറ്റി പഠിപ്പിക്കുന്ന, നമ്മുടെ റിലീജിയൻ പഠിപ്പിക്കുന്ന, പൊളിറ്റിക്കലി കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അവരതങ്ങനെ ചെയ്യാത്തത് കൊണ്ടല്ലേ ഞങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ വന്നിരിക്കുന്ന. അവർ നേരെയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നം വരത്തില്ലല്ലോ. അപ്പൊ ഇതൊക്കെ നമ്മൾ ആ ഒരു ബിലീഫ് അകത്തിങ്ങനെ കയറി ഇരിക്കുന്നിടത്തോളം കാലം അവരുടെ ചിന്തയിൽ ഞാൻ റൈറ്റ് ആണ് ചെയ്യുന്നതെന്നാണ്. എൻ്റെ അടുത്ത് അങ്ങനത്തെ വരുമ്പോൾ ഞാൻ അവരോട് സാധാരണ ചോദിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, നിങ്ങൾ പരീക്ഷയ്ക്ക് ആൻസർ എഴുതുന്നു, നിങ്ങൾ പറയുന്നു ഞാൻ എല്ലാ ആൻസറും കറക്റ്റായിട്ടാണ് എഴുതിയത്, പക്ഷെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ നിങ്ങൾ വേറെ ചോദിക്കണമായിരുന്നു, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് കൊണ്ടാണ് എനിക്ക് ആൻസർ തെറ്റിപ്പോയതെന്ന് പറയുന്ന ഒരു രീതിയാണത്. കാരണം നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടേ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ കുറെ ആൻസർ എഴുതി വെച്ചിട്ട് നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ മാറിപ്പോയി എന്ന് പറയുന്ന പോലെ, ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ എൻ്റെ ആൻസേഴ്സ് എല്ലാം ശരിയല്ലേ എന്ന് ചോദിക്കുന്ന രീതി ഒരിക്കലും ശരിയല്ല. അപ്പൊ നമ്മൾ നോക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ആരെയാണ് കിട്ടിയത്, എങ്ങനെയുള്ള വ്യക്തിയാണ്, അതിന് ഞാൻ എന്ത് ചെയ്യണം. അവിടെ ആ ആക്ഷൻ അവർക്ക് ഒരിക്കലും വരില്ല. അവരുടെ ആ ഒരു ഞാൻ എടുക്കുന്ന ചോയ്സ്, എൻ്റെ ഇമേജ്, ഒരു പ്രിൻസിപ്പിൾ ബേസ്ഡ് ആയിട്ടുള്ള ഇമേജ്, ഇതൊക്കെയാണ് ഇവരും പ്രൊമോട്ട് ചെയ്യാനായിട്ട് നോക്കുന്നത്, ഇവരും മുമ്പോട്ട് കൊണ്ടുവരാൻ നോക്കുന്നത്. അതിപ്പം വിക്ടിം ആയി കഴിയുമ്പോൾ ആ വിക്ടിമിൽ കണ്ടു ഞാൻ സഫർ ചെയ്യുന്നു, പക്ഷെ സഫർ ചെയ്യുമ്പോഴും ഞാൻ റൈറ്റാണ്, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന, എന്നെ പഠിപ്പിച്ചു തന്നിരിക്കുന്ന എല്ലാ മൂല്യങ്ങളെയും കൈപ്പിടിയിൽ പിടിച്ചുകൊണ്ട് അതിൻ്റെ രീതിക്ക് ജീവിക്കുന്ന ഒരാളാണ്. ഞാനത് വീട്ടിൽ ചെന്ന് പറയുമ്പോൾ അപ്പനും അമ്മയും എന്നോട് പറയുന്നു, കുടുംബ ബന്ധങ്ങളിൽ നിങ്ങൾ സഹിക്കണം, പൊറുക്കണം, ഇതൊക്കെ പറയുമ്പോൾ എന്നെ അങ്ങനെ പറയും. ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ലേ. ഞാൻ ഇവിടെ എവിടെയാണ് മാറി ചിന്തിച്ചത്, ഞാൻ മാറി പറഞ്ഞത്, എന്നോട് ജോലിക്ക് പോകരുതെന്ന് പറഞ്ഞു, ഞാൻ പോയില്ല, ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ അങ്ങനെ ചെയ്തു, ഇതെല്ലാം ചെയ്യുന്ന ഞാനല്ലേ റൈറ്റ്. അപ്പം മറ്റേ ആള് അങ്ങനെ ആയതുകൊണ്ടല്ലേ ഇത് വന്നേ. അതെ, പക്ഷെ അതിനകത്ത് നിങ്ങളുടെ ലൈഫിനെ ബിൽഡ് ചെയ്യാനുള്ള നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇല്ലേ? അപ്പൊ ഇവരെങ്ങനെയാണ് ഇതുവരെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരെപ്പോഴും പറയുന്നത് എൻ്റെ ബിലീഫ്സിനെയും എൻ്റെ കൾച്ചറിനെയും ഞാൻ എടുക്കുന്ന എൻ്റെ ഈ റൈറ്റ് രീതിയെയും അറ്റ് എനി കോസ്റ്റ് എനിക്ക് ഡിഫെൻഡ് ചെയ്തേ പറ്റൂ, അങ്ങനെയാണ് ഞാൻ നോക്കുന്നത്. അതുപോലെ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇവർക്ക് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവർക്ക് എന്താണ് ഇവരുടെ ലൈഫ്, ഇവർ ഈ ജീവിക്കുന്ന ആ ഒരു രീതി, അല്ലെങ്കിൽ ജീവിക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ സബ്ജക്റ്റിനെ പറ്റി ഇവർക്ക് യാതൊരു അറിവും ഉണ്ടായിരിക്കില്ല, ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ടാണ് ഇവർ ഈ പറയുന്ന സെൽഫ് റൈച്ചസ് ആയിട്ടുള്ള ആളുകൾ പറയുന്നത്, വിക്ടിമായിട്ടുള്ളവർ പറയുന്നത്, കണ്ടോ ഞാൻ റൈറ്റ് ആയിട്ടല്ലേ ജീവിക്കുന്നേ, ഞാൻ റൈറ്റ് ആയിട്ട് ജീവിക്കുമ്പോൾ ഞാൻ എന്തിനാ മാറണേ, വൈ ഷുഡ് ഐ ചേഞ്ച്. അതായത് നമുക്ക് അവിടെ ആക്ഷൻ ഇല്ല, പക്ഷെ അവർക്ക് ആക്ഷൻ ആണെന്ന് തോന്നും. കാരണം അബ്യൂസിനെയോ ആ ടോക്സിസിറ്റിയോ അവർ ഡീൽ ചെയ്യുന്നില്ല. അതിനു പകരം ഞാനൊരു സെൽഫ് റൈച്ചസ് ആയിട്ട് ലൈഫാണ് ജീവിക്കുന്നത് എന്നുള്ള ഒരു ഫീലിലാണ് അവരിയ്ക്കുന്നത്. അതുപോലെ ഈ സെൽഫ് റൈച്ചസ് വരുമ്പം ഇത് ഭയങ്കരമായിട്ടുള്ള ടോക്സിസിറ്റി അവരിലും ഫാമിലിയിലും കുട്ടികളിലും അങ്ങനെയുള്ളിടത്ത് ഒന്നും ഇവർക്കെല്ലാം ഇങ്ങനെ വരും എന്നുള്ളതും ഇവിടെ മനസ്സിൽ വരില്ല. ഇവർ ചിന്തിക്കുന്നത് ഇവർ വളരെ സാക്രിഫൈസ് ആയിട്ട് ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെയോ അനുഗ്രഹങ്ങൾ വരുന്നു, അവിടെ എന്തൊക്കെയോ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ള ഒരു
രീതിയിലാണ് ഈ വിക്ടിം ഇരിക്കുന്നത്. നാർസിസം അവരുടെ ആ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാനൊരു നല്ല മനുഷ്യന് അകത്തു വേറെയാണ് അവർക്ക്, ഇവരുടെ അകത്തും വേറെയാണ്. പക്ഷെ അതൊരു വിക്ടിമിലേക്ക് പോകുമ്പോൾ അത് കൂടുതൽ പെയിൻഫുള്ളും കൂടുതൽ നമുക്കൊരു കറക്ഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ഈ പെയിനിൽ അല്ലേ ഞാൻ ഇരിക്കണ്ടേ, ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും സുഖകരമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യായീകരണം ഒക്കെ ആയിട്ടായിരിക്കും ഇവരിങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഡിവൈൻ അല്ലെങ്കിൽ നമ്മുടെ ദൈവം അല്ലെങ്കിൽ നമ്മളുടെ റിലീജിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കുറേ അതിനെ മോറലൈസ് ചെയ്തും ഇവര് ഈ സെൽഫ് റൈച്ചസ് ആയിട്ടുള്ള വിക്ടിംസ് ചെയ്യാനായിട്ട് നോക്കും. അതുപോലെ അവരുടെ ഒരു നമ്മൾ പറയത്തില്ലേ, ഈ നമ്മുടെ സെൽഫ് സീക്കിംഗ് ആയിട്ടുള്ള കുറേ വർക്കുകൾ ഇവർ ചെയ്യും. ഈ അബ്യൂസീവ് ആയിട്ടുള്ള ആളുകൾക്ക് നമ്മളിപ്പോൾ പറയും, മലയാളത്തിലൊക്കെ പോയാണ് പാദസേവ ചെയ്യാൻ ആയിട്ട് നോക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ ഇവരുടെ മനുഷ്യരുടെ മുമ്പിലാണ് ശരിക്കും ഇവര് എന്നിട്ട് ഇവർ പറയും, നാർസിസിസ്റ്റുകൾ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ, ഞാൻ ദൈവത്തിന്റെ മുമ്പിലാണ് എൻ്റെ ഇത് കാണിക്കുന്നത്. അപ്പൊ അവിടെ അവർ ദൈവത്തോടുകൂടെ കണക്ട് ചെയ്തിട്ടാണ് അവർ പറയുന്നത് ഞാൻ ഭയങ്കര നല്ല രീതിയിലാണ് ജീവിക്കുന്നത്. പക്ഷെ ഇവിടെ ദൈവം പറയുന്നത് ചില ആളുകളെ, നമ്മൾ തന്നെ റിലീജിയസ് ബുക്കിലൊക്കെ നോക്കിയാൽ ചില ആളുകളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെൽഫിനെ ഏറ്റവും നന്നായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് ഇവർ മനസ്സിലാക്കത്തില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം. പിന്നെ ഇവരുടെ ഈ ഇൻഫ്ലേറ്റഡ് സെൻസ് ഓഫ് സെൽഫ് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ സെൽഫ് റൈച്ചിയസ് നാർസിസിനുള്ളതുപോലെ തന്നെ ഈ സെൽഫ് റൈച്ചിയസ് വിക്ടിമിനും നമുക്കൊരു സെൽഫ് ഇമ്പോർട്ടൻസ് ഫീൽ ചെയ്യും. അപ്പൊ അവർ പറയും, ഞാൻ വളരെ യുണീക്ക്ലി ഉള്ള അത്രയും ബെസ്റ്റ് ആയിട്ടുള്ള അസഹനത്തിലൂടെയും ഇതുപോലുള്ള കാര്യത്തിലേക്കും കടന്നു പോകുന്ന ഒരു ആളാണ്. അതിനെ വേറെ ആരെങ്കിലും ഒന്ന് ഡിവാല്യൂ ചെയ്യാനോ ഒന്ന് ഡിസ്മിസ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ഇവർക്ക് എന്താ പറയുക, അവരുടെ ആ സെൽഫ് റൈച്ചിയസ് അവരുടെ ആ പൊസിഷൻ ഉണ്ടല്ലോ, അതിനൊരു ത്രട്ടൻ കിട്ടിയ പോലെ അവർക്ക് തോന്നും. അപ്പം ഇത് ശരിക്കും അവരുടെ ഒരു മോറൽ പെർസ്പെക്റ്റീവിനെ ശരിക്കും ആ ഒരു പെർസ്പെക്റ്റീവിനെ വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ സുപ്പീരിയർ ആണ് ഞാൻ ഇവിടെ മറ്റുള്ളവരെക്കാളും, നമ്മൾ ഈ കുലസ്ത്രീകളെന്ന് പറയുന്ന പോലത്തെ ഒക്കെ ഉള്ള രീതിയിൽ ഞാൻ അങ്ങനത്തെ ഒരാളാണെന്ന് കാണിക്കുന്ന, അതിനോട് ചേർന്ന് നിൽക്കുന്ന ആളാണെന്ന് കാണിക്കുന്നതും, അതുപോലെ തന്നെ അവർക്ക് സാധാരണ നമ്മൾ പറയും ഒരു സെൽഫ് റൈച്ചിയസ് പേഴ്സൺ അവർക്കൊരു സുപ്പീരിയോറിറ്റി ലൈസൻസ് ഉണ്ട്, ജഡ്ജ്മെന്റൽ ആകാനും ബാക്കിയുള്ളവരെ ഡിസ്മിസ് ചെയ്യാനും, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഹോസ്റ്റലിറ്റിയിലൊക്കെ കയറും. ഇവിടെ വിക്ടിം ആയിട്ടുള്ളവർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ സുപ്പീരിയോറിറ്റി ലൈസൻസ് ഫീൽ ചെയ്യുന്ന ആ ജഡ്ജ്മെന്റിലൊക്കെ ഞാൻ അത്രയും സഹനമുള്ള, വിഷമിച്ച് എല്ലാ കാര്യങ്ങളും അങ്ങനെ എടുത്ത് കുടുംബത്തിന് വേണ്ടിയിട്ടും സമൂഹത്തിന് വേണ്ടിയിട്ടും മാതൃകയായിട്ട് കാണിക്കുന്ന ഒരു കുടുംബത്തെ എങ്ങനെ എല്ലാത്തിലും കൊണ്ടുപോകുന്ന എല്ലാ റിലേഷൻഷിപ്പിനെ, ഇപ്പൊ ഹസ്ബൻഡും വൈഫും ആണെങ്കിൽ പോലും അവിടെ അത്രയും നന്നായിട്ട് കൊണ്ടുപോകുന്ന ഒരു ആളാണ്. അപ്പൊ അതിനകത്ത് ആരെങ്കിലും അതിനെ മാറ്റി പറയുകയോ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് ദേഷ്യവും ഇറിറ്റേഷനും ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഇതിനെ നമ്മൾ മൊത്തമായിട്ടൊന്ന് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൽഫ് റൈച്ചിയസ് നാർസിസിസം എന്ന് പറയുന്ന ഗ്രാൻഡിയസ് അത് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. പക്ഷെ ഈ വിക്ടിം ഇതിനെ ഗ്ലോറിഫൈ ചെയ്തിട്ട് അവരുടെ സെൽഫ് റൈച്ചിയസിനെ കാണിക്കുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിനെ നമുക്ക് കാണാനായിട്ട്. അപ്പോൾ ഒരു വിക്ടിമിന് ഇത് ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന് പുറത്ത് കിടക്കാനായിട്ട് ഇവർക്ക് പറ്റില്ല. നമുക്ക് തോന്നുകയാണ് ഓക്കെ എനിക്കിത് പ്രശ്നമാണ്, ഇതിൽ നിന്ന് എനിക്ക് പുറത്ത് കിടക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ വന്നാൽ മാത്രമേ ഒരു വ്യക്തിക്ക് പുറത്ത് കിടക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇവർ ഈ സെൽഫ് റൈച്ചിയസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട്, ആ ഹീറോയിസം എന്നുള്ള രീതിയിലേക്ക് അവർ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ശരിയല്ലേ ചെയ്യണേ, ഞാൻ എവിടെയാണ് തെറ്റ് ചെയ്യുന്നത്, ഞാൻ തെറ്റല്ലല്ലോ ചെയ്യുന്നത്. നിങ്ങൾ കൾച്ചറിൽ നോക്കിയാലും ഫാമിലി വൈസ് നോക്കിയാലും നമ്മുടെ രീതികൾ അനുസരിച്ച് നോക്കിയാലും കുടുംബത്തിന് വേണ്ടി സഹിക്കുന്ന, പൊറുക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയല്ലേ ഞാൻ. അത് എൻ്റെ കുഴപ്പമല്ലല്ലോ, മറ്റേയാൾ വന്നതിൻ്റെ കുഴപ്പം കൊണ്ടല്ല ഇവിടെ ഉണ്ടായെന്ന് പറയുന്ന ഒരു സെൽഫ് റൈച്ചിയസ് വിക്ടിം ഹുഡിലിരിക്കുന്ന ഒരാൾക്ക് അതിൽ നിന്ന് പുറത്ത് കിടക്കുക എന്ന് പറയുന്ന ആ സെൽഫ് റൈച്ചിയസിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അതിന് ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇതാണത്, അത് പിടിച്ചിരിക്കുന്നത്. അതിനെ നമ്മൾ ശരിക്കും പൊട്ടിച്ച് കളയുക എന്ന് പറയുന്നത് അത്
അവർക്ക് മാത്രമല്ല, കൂടെ ഇരിക്കുന്ന തെറപ്പിസ്റ്റിനും നല്ല പ്രശ്നത്തിലുള്ള കാര്യമാണ്. അപ്പൊ അവിടെ നമ്മൾ ആദ്യമേ തന്നെ ആ സെൽഫ് റൈറ്റ്ഷ്യസിനെ ഞാൻ ചിലപ്പോൾ പറയും എന്നോട്, തനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ തനിക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ, താൻ ആൻസർ ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല എന്നുള്ള രീതിയിലുള്ള അപ്രോച്ച് എടുത്തിട്ടാണ് നമ്മൾ അതിനെയൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ഇതിനകത്ത് പുറത്തു വരുന്ന എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നല്ല സെൽഫ് ലവ് വേണം നമുക്ക്. പിന്നെ നമ്മൾ ചെറുപ്പകാലത്ത് പഠിച്ചു വന്ന എല്ലാ കാര്യങ്ങളും, ചെറുപ്പകാലങ്ങളിലുള്ള ചില മറക്കുമോ മനുഷ്യനുള്ള കാലം എന്ന് പറഞ്ഞ പോലെ ആ ബിലീഫ് സിസ്റ്റത്തെയും അവർ കണ്ടതും മനസ്സിലാക്കിയതും ഒക്കെ അതിനകത്തൊരു വിക്ടിംഹുഡിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു സെൽഫ് റൈറ്റ്ഷ്യസ് ബിലീഫ് ഉണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ ജീവിക്കുന്നതാണ് ശരി, ബാക്കിയുള്ളവരൊക്കെ തെറ്റാണ്, അങ്ങനെ ഒരു കാര്യത്തിനെ ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ളവരോട് നമ്മൾ ഒരു കാര്യം എതിർത്ത് സംസാരിക്കുന്നത്, അത് അങ്ങനെയല്ല എന്ന് പറയുന്നത്, തെറ്റാണെന്ന് ബിലീവ് ചെയ്യുന്നതൊക്കെയാണ് നമ്മൾ പറയുന്നത്. കണ്ടോ, ഞാനല്ലേ റൈറ്റ്, ഇപ്പൊ ഞാൻ ഇങ്ങനെയല്ല ചെയ്യുന്നത്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ എന്നുള്ള. പക്ഷെ അതിന്റെ അകത്തുള്ള എൻ്റെ പെയിൻ, അകത്തുള്ള എൻ്റെ സഫറിങ്, ഇതെല്ലാം നമ്മൾ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഒരു സെൽഫ് റൈറ്റ്ഷ്യസ് വിക്റ്റിമായിട്ടുള്ള ഒരാള് ഇതെല്ലാം മറച്ചു വെക്കുക. അപ്പം അകത്തൊന്നും പുറത്തൊന്നുമാണ് ഇവർ കാണിക്കുന്നത്. അപ്പൊ അകത്തെ പെയിനും എല്ലാം മറച്ചു വെച്ചിട്ട് പുറമേ ഉള്ള എല്ലാവരോടും നമ്മൾ അങ്ങനെ ഒരു നല്ല ജീവിതം കാണിക്കുമ്പോൾ പീപ്പിൾ തിങ്ക് ചെയ്യുന്നത് എന്താണ്, ഓക്കെ, അവർ ഭയങ്കര ഒരു ജീവിതം കൊണ്ട് ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളൊരു ഫീലൊക്കെ വരും. പിന്നെ നമ്മൾ ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത് വരുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു നല്ലൊരു ഫീലും, നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യണം, മറ്റുള്ളവരുടെ ഒപ്പം തന്നെയെങ്കിലും നമ്മൾ നിർത്തണം എന്നുള്ളൊരു ഫീലൊക്കെ വരും. നമ്മൾ ഒരിക്കലും നമുക്ക് പെയിൻഫുൾ ആയിട്ടുള്ള ഒന്നും കൊടുക്കൂല, നമുക്ക് ദോഷം വരുന്ന ഒന്നും നമ്മൾ ചെയ്യൂല. അടുത്തതെന്ന് പറയുന്നത് യു ടേക്ക് ഓണർഷിപ്പ് ഓഫ് യുവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിന്റെ ഓണർഷിപ്പ് വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല. അവിടെ നമ്മൾ തന്നെയാണ് വർക്ക് ചെയ്യേണ്ട, എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പ്ലീസ് ഡു നോട്ട് എൻഗേജ് ഇൻ എനി ആക്ടിവിറ്റി ഓഫ് പ്ലീസിങ് അതേഴ്സ് ബൈ നമ്മളെ ഇത് പ്രശ്നത്തിലാക്കിക്കൊണ്ട് അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് പോകരുത്. അതുപോലെ തന്നെ എപ്പോഴും നമുക്കൊരു റൈറ്റ് നോളജ് അബൌട്ട് ഓഫ് ദ സുപ്രീം പവർ ഓഫ് ദ യൂണിവേഴ്സും ആ സുപ്രീം പവർ ഓഫ് ദ യൂണിവേഴ്സുമായിട്ടുള്ള കണക്ഷനും വേണം. അപ്പൊ അതിനകത്ത് നമുക്ക് ആര് നമ്മളെ കൊണ്ടൊന്ന് പറ്റിക്കാൻ നോക്കിയാലും ഒന്നും നമുക്ക് അങ്ങനെ വരരുത്. നമ്മളെ ഒരിക്കലും ഒരു ദുഷ്ടതരത്തിലേക്കോ അല്ലെങ്കിൽ വിഷമിക്കുന്നതിലേക്കോ നമുക്ക് അങ്ങനത്തെ ഒരു കാര്യം ചെയ്തു തരില്ല. അതിൽ നിന്നൊക്കെ പുറത്ത് കിടക്കാനുള്ള എല്ലാ കപ്പാസിറ്റിയും തന്നാണ് നമ്മളെ വിട്ടിരിക്കുന്നത്. നമ്മൾ ജീവിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പറഞ്ഞതുപോലെ പീസ്, ഹാപ്പിനെസ്, പ്രോഗ്രസ് തന്നെ ജീവിക്കാവുള്ളൂ. പിന്നെ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം, നെവർ ഗിവ് അബ്യൂസ്, നെവർ ടേക്ക് അബ്യൂസ്, നെവർ സെൽഫ് അബ്യൂസ്. ഈ കാര്യങ്ങളും നല്ലപോലെ നോക്കുന്ന, നല്ലപോലെ ബൗണ്ടറി സെറ്റ് ചെയ്ത് ജീവിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു സെൽഫ് റൈറ്റ്ഷ്യസിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റും. അതിനകത്ത് ശരിക്കും നമ്മുടെ കീ ലേണിംഗ് കയറിയിരിക്കുന്നു, നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിൽ കയറിയിരിക്കുന്ന എല്ലാത്തിനെയും മാറ്റി പുതിയ ലേണിങ്ങും പുതിയ ബിലീഫ്സും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പുതുതായിട്ട് ഇൻസ്റ്റോൾ ചെയ്ത് നമ്മൾ പുതിയൊരാളായി ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ സെൽഫ് റൈറ്റ്ഷ്യസ് വിക്ടിംഹുഡിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ പുറത്ത് കിടക്കാനായിട്ടും പുതിയൊരാളായിട്ട് ജീവിക്കാനും പീസ്, ഹാപ്പിനെസ്, പ്രോഗ്രസ് ജീവിക്കാനും ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.